This is lecture 3 of module 6. Second problem. First problem കഴിഞ്ഞ സ്ലൈഡിൽ ഇട്ടിരുന്നു. അപ്പോൾ ഇനി ഇത് സെക്കൻഡ് പ്രോബ്ലം ആണ് ഹാർഡി ക്രോസ് മെത്തേഡ് വെച്ചിട്ട്. അപ്പോൾ കാൽക്കുലേറ്റ് ദ ഹെഡ് ലോസസ് ആൻഡ് ദ കറക്റ്റഡ് ഫ്ലോസ് ഇൻ ദ വേരിയസ് പൈപ്സ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്സ് shown in figure. The diameters and length of the pipes used are given against each pipe. Make use of Hardy-Cross method with William-Hazen's formula. Compute the corrected flows after 2 corrections. The network is shown in figure. In figure A, B, C, F, E, D, A ആണ് ക്ലോസ്ഡ് നെറ്റ്വർക്ക്. അപ്പോൾ അതിലും ആ ക്ലോസ്ഡ് നെറ്റ്വർക്കിന് ഇടയ്ക്കൊരു DC എന്നുള്ള പൈപ്പുണ്ട്. അത് 2 ലൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യണം പ്രോബ്ലത്തിൽ. ദെൻ അപ്പോൾ ഫസ്റ്റ് എ അറ്റ് ജംഗ്ഷൻ പോയിൻറ്റ് എ ക്യൂ ഡിസ്ചാർജ് എന്ന് പറഞ്ഞത് 80 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. എ ബിയിലെ ലെങ്ത് 500 മീറ്റർ, ഡയമീറ്റർ 30 സെൻറ്റിമീറ്റർ. ബി ഇന്ന് ഔട്ട് ഗോയിങ് 22 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. സിയിൽ 15 ഔട്ട് ഗോയിങ്. ബി സി എന്നുള്ള പൈപ്പിൻ്റെ ലെങ്ത് 300 മീറ്റർ. ഡയമീറ്റർ 5 എന്ന് കാണിച്ചേക്കുന്ന ഡയമീറ്റർ ഓഫ് ദി പൈപ്പ് ഈസ് 20 സെൻറ്റിമീറ്റർ. സി എഫിൻ്റെ ലെങ്ത് 300 മീറ്റർ, ഡയമീറ്റർ 15 സെൻറ്റിമീറ്റർ. എഫിൽ ഔട്ട് ഗോയിങ് 36 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. ഇനി എഫ് ഇ എന്നുള്ള പൈപ്പിൽ ലെങ്ത് 500 മീറ്റർ, ഡയമീറ്റർ 15 സെൻറ്റിമീറ്റർ. ബിയിലെ എൻറ്ററിങ് ഫ്ലോ 3 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. ദെൻ ഇ ഡിയിൽ ലെങ്ത് 300 മീറ്റർ, ഡയമീറ്റർ 15. ഡി എന്നൊരു ഔട്ട് ഗോയിങ് ഉണ്ട് 10 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. പിന്നെ ഡി എ എന്നുള്ള പൈപ്പിൻ്റെ ലെങ്ത് 300 മീറ്റർ, ഡയമീറ്റർ 20 സെൻറ്റിമീറ്റർ. ഇത്രയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഹാർഡി ക്രോസ് മെത്തേഡ് വെച്ചിട്ട് ചെയ്യണം. പക്ഷേ ഇതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വില്യം ഹെയ്സൺസ് ഫോർമുലയാണ് ഹെഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഹെയ്സൺ വില്യംസ് ഇക്വേഷൻ ആണെങ്കിൽ ആ എക്സിൻ്റെ വാല്യൂ 1.85 എടുക്കണം. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഡയറക്റ്റ് കെ വാല്യൂ തന്നിരുന്നു. അപ്പോൾ ഇവിടെ കെ വാല്യൂ അല്ല തന്നേക്കണേ, ലെങ്തും ഡയമീറ്ററും. അപ്പോൾ ലെങ്തും ഡയമീറ്ററും കൂടുതൽ വരുന്നിടത്ത് കൂടുതൽ ഫ്ലോ അസ്യൂം ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഹാർഡി ക്രോസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഓരോ പൈപ്പിലെയും ഫ്ലോ അസ്യൂം ചെയ്യുക എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് ഡയറക്ഷൻ. അപ്പോൾ ഫ്ലോ അസ്യൂം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലെങ്തും ഡയമീറ്ററും കൂടുതലുള്ളിടത്ത് കൂടുതൽ ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുക കൊടുക്കുക. ആ ഫിഗർ ഒന്നുകൂടെ വരച്ചിട്ട് ഓരോ ജംഗ്ഷൻ പോയിൻറ്റും ഇതിലും നമ്മൾ നോക്കുക. അപ്പോൾ അറ്റ് ജംഗ്ഷൻ പോയിൻറ്റ് എ എൻറ്ററിങ് ഫ്ലോ 80 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. അപ്പോൾ എയിന്ന് ഏതൊക്കെ പൈപ്പിൽ പോവാം? ഈ 80 എന്ന് പറഞ്ഞത് എ ബി എന്നുള്ള പൈപ്പിലും എ ഡി എന്നുള്ള പൈപ്പിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 80 വരണം. ഈ 2 പൈപ്പിലും കൂടെ രണ്ട് പൈപ്പിലെയും ഫ്ലോ കൂട്ടുമ്പോൾ 80 വരിക. അപ്പോൾ അതിന് ഇവിടെ ഡയമീറ്റർ ലെങ്ത് 500 മീറ്റർ, ഡയമീറ്റർ 30 എ ബി എന്നുള്ള പൈപ്പിന്. പിന്നെ എ ഡി എന്നുള്ള പൈപ്പിൽ ലെങ്ത് 300ഉം ഡയമീറ്റർ 20. അപ്പോൾ ലെങ്തും ഡയമീറ്ററും കൂടുതലുള്ളത് എ ബി എന്നുള്ള പൈപ്പിൽ. അപ്പോൾ എ ബിയിൽ കൂടുതൽ ഫ്ലോ കൊടുക്കുക, എ ഡിയിൽ കുറച്ച് ഫ്ലോ കൊടുക്കുക. അപ്പോൾ സം 80 വരുന്ന ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. 20 + 60, 40 + 40, 45 + 35, അങ്ങനെ 75 + 5, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഏതെങ്കിലും നമ്മൾ ഒന്നെടുക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ എടുത്തേക്കണേ, ഇതിൽ ഈ പ്രോബ്ലത്തിൽ ഇപ്പോൾ എടുത്തേക്കണത് 80 കിട്ടണം. അപ്പോൾ 45ഉം 35ഉം ആണ് 2 വാല്യൂസ്. അപ്പോൾ 45ഉം 35ലും ലെങ്തും ഡയമീറ്ററും കൂടുതലുള്ളത് എ ബിയിൽ. അപ്പോൾ എ ബിയിൽ കൂടുതൽ ഫ്ലോ കൊടുത്തു. എ ബിയിൽ 45 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. ഇനി ഈ എ ബിയിൽ എന്നുള്ള പൈപ്പ് വഴി 45 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ബിയിലെത്തും. അപ്പോൾ ബിന്ന് ഈ 45 എത്തിയിട്ട് എത്രയാ 22 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് ഔട്ട് ഗോയിങ് ആണ്. അപ്പോൾ ബാക്കി വരുന്നത് 23.
ആ 23 ഈ ബി എന്നുള്ള ജംഗ്ഷൻ പോയിന്റിൽ നിന്ന് ഏത് പൈപ്പിലേ പോകാൻ പറ്റൂ? ബി സി എന്നുള്ള പൈപ്പിൽ. അപ്പോൾ ആരോ ഡൗൺവേർഡാണ്, ബിന്ന് സിയിലേക്കാണ് നമ്മൾ ഫ്ലോ അസ്യൂം ചെയ്തേക്കുന്നത്. അപ്പോൾ 23 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. ഇനി ഈ സി എന്നുള്ള ജംഗ്ഷൻ പോയിന്റിൽ ഇവിടെയും വരണുണ്ട്, അതുപോലെ ഇപ്പുറത്തെ പൈപ്പ് വഴിയും വരും, ഡി സി എന്നുള്ള പൈപ്പ് വഴി. അപ്പോൾ നമ്മൾ എയിന്ന് എ ബി സി ഇവിടെ വരെ വന്നിട്ട് വീണ്ടും എയിൽ തന്നെ പോവുക. അപ്പോൾ എയിൽ എ ഡി എന്നുള്ള പൈപ്പ് വഴി 35 ഡിയിലെത്തും. ആ ഡിയിൽ നിന്ന് 10 ഔട്ട് ഗോയിങ് ആണ്. അപ്പോൾ ബാക്കിയെന്ന് പറഞ്ഞത് 25. 25 എന്ന് പറഞ്ഞത് ഏത് പൈപ്പ്? ഇപ്പം ഡി സി എന്നുള്ള പൈപ്പിൽ. അപ്പോൾ ഡി സി എന്നുള്ള പൈപ്പും ഉണ്ട്, ഡിന്ന് വരുമ്പോൾ ഡി സി എന്നുള്ള പൈപ്പും ഉണ്ട്, ഡി ഇയും ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് ഡിയിൽ വരുന്ന ഫ്ലോ എന്ന് പറഞ്ഞാൽ 35. ആ 35ൽ 10 ഔട്ട് ഗോയിങ് ആണ്, ബാക്കി 25. ആ 25ൽ 20 ഡി സിയിൽ പോകണമെന്നുള്ള അസംഷൻ എടുത്തു, 5 ഡി ഇയിൽ അസ്യൂം ചെയ്തു. അപ്പോൾ സം 25 വരണുണ്ട്. അപ്പോൾ ഡി സി എന്നുള്ള പൈപ്പ് വഴി 20 സിയിലെത്തും, ബി സി എന്നുള്ള പൈപ്പ് വഴി 23 സിയിലെത്തും. അപ്പോൾ മൊത്തത്തിൽ 43 ആയി സിയിൽ. ആ 43ൽ 15 ഔട്ട് ഗോയിങ് ആണ്. 15 എന്ന് പറഞ്ഞത് ഔട്ട് ഗോയിങ്, ബാക്കിയെന്ന് പറഞ്ഞത് 28. ആ 28 ഏത് പൈപ്പിലേ പോകാൻ പറ്റൂ? സി എഫ് എന്നുള്ള പൈപ്പ്. അപ്പോൾ സി എഫ് എന്നുള്ള പൈപ്പ് വഴി എഫിൽ 28 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് എത്തും. ഇനി വീണ്ടും നമ്മൾ ഡിയിൽ പോവുക. ഡി ഇ വഴി ഇ എന്നുള്ള ജംഗ്ഷൻ പോയിന്റിൽ മൊത്തത്തിൽ 5 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് വന്നു. വീണ്ടും ഒരു 3 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് എൻ്ററിങ് ഫ്ലോ ആയിട്ട് വേറെയും ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ 8 ആയി ഇയിൽ. ആ 8 എന്ന് പറഞ്ഞത് ഏത് പൈപ്പിൽ പോവാം? ഇ എഫ്. അപ്പോൾ ഇ എഫ് എന്നുള്ള പൈപ്പ് വഴി 8 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് എഫിലെത്തും. സി എഫ് എന്നുള്ള പൈപ്പ് വഴി 28 എഫിലെത്തും. അപ്പോൾ ടോട്ടൽ 36. ആ 36 എന്ന് പറഞ്ഞത് ഔട്ട് ഗോയിങ് ആണ്. അപ്പം നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്ന ഫ്ലോ ശരിയാണെങ്കിൽ ആ ജംഗ്ഷൻ പോയിന്റ് ഓരോന്നും എത്തുമ്പോൾ അത് ടാലി ആവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ലെങ്തും ഡയമീറ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ ലെങ്തും ഡയമീറ്ററും കൂടുതലുള്ളിടത്ത് കൂടുതൽ ഫ്ലോ കൊടുത്തു, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഹാർഡി ക്രോസ് വെച്ചിട്ട് ഹെഡ് ലോസ് കണ്ടുപിടിക്കാൻ HL = K × Q⁻x. അപ്പോൾ K വാല്യൂ ഇവിടെ ഇല്ല. അപ്പോൾ ലെങ്തും ഡയമീറ്ററും വെച്ചിട്ട് നമ്മൾ K വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. But the analysis of the pipe loops will require computation of head loss in each pipe, which is to be computed by William Hazen's formula. അപ്പോൾ ഫസ്റ്റ് സ്ലൈഡിൽ ഹെയ്സൺ വില്യംസ് ഫോർമുല ഇക്വേഷൻ കൊടുത്തിരുന്നു. ഒന്നുകൂടെ ഇവിടെ എഴുതാം. HLൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത് HL = 1/0.094 × Q/CH⁻1.85 × L/D⁴.87, where HL is the head loss, Q is the discharge or the assumed flow, CH coefficient of hydraulic capacity, L length of the pipe, D diameter of the pipe. ഈ ഇക്വേഷനിൽ ഇപ്പോൾ ഇവിടെ സി എച്ചിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സി എച്ച് എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഹൈഡ്രോളിക് കപ്പാസിറ്റി. പൈപ്പ് മെറ്റീരിയൽ മാറുമ്പോൾ വാല്യൂ മാറും. പക്ഷേ ഇവിടെ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 100 മുതൽ ഒരു 145 ഒക്കെ വരും. അപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നു, അസ്യൂം CH = 100. ദെൻ HL = 1/0.094 × QA അല്ലെങ്കിൽ Q /100 1.85 × L/D⁴.87. ഇതിനൊന്ന് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം.
L by 470 കിട്ടിയ 1/0.094 ഇൻറ്റു 100 റൈസ് ടു 1.85 അത്രയും ചെയ്ത് തന്നെയാണ് 470 ആയിട്ട് എടുത്തത്. അപ്പോൾ L by 470 ഇൻറ്റു Q റൈസ് ടു 1.85 ബൈ D റൈസ് ടു 4.87. ഇത് നമ്മുടെ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫിഗർ ആക്കി. അല്ലെങ്കിൽ പിന്നെ ഓരോ പ്രാവശ്യവും ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ HLൻ്റെ ജനറൽ ഇക്വേഷനാണ് ഇത്. ഇനി നമ്മുടെ എല്ലും ഡിയും അറിയാം, അതിൽ നിന്ന് ഈ കെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഇക്വേഷനിൽ L by 470 ഇൻറ്റു D റൈസ് ടു 470 D റൈസ് ടു 4.87 എന്നുള്ളതിനെ നമ്മൾ കെ ആയിട്ടെടുത്തു. അപ്പോൾ കെ ഇൻറ്റു Q റൈസ് ടു 1.85 വേർ കെ എന്ന് പറഞ്ഞത് L by 470 D റൈസ് ടു 4.87. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇനി നമ്മൾ കെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വൺ കമ്പ്യൂട്ട് കെ വാല്യൂസ്. അതിനപ്പോൾ കെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് പൈപ്പ് അറിയാം, അതിൻ്റെ ഓരോ പൈപ്പിൻ്റെയും ലെങ്ത് അറിയാം, ഡയമീറ്റർ അറിയാം. അതിൽ നിന്ന് കെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഓരോ പൈപ്പിലും ഇവിടെ പൈപ്പ് എന്നുള്ള കോളത്തിൽ ഈ ക്ലോസ്ഡ് നെറ്റ്വർക്കിൻ്റെ പൈപ്പുകളുടെ പേരെഴുതുക. ഇപ്പോൾ പൈപ്പ് ഇതിലെടുക്കുമ്പോൾ 2 ലൂപ്പുണ്ട് എന്ന് പറഞ്ഞാൽ DC എന്നുള്ളത് അല്ലെങ്കിൽ CD എന്നുള്ള ഒരു കോമൺ പൈപ്പാണ്. അപ്പോൾ ഇതിനെ 2 ലൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് ലൂപ്പ് എന്ന് പറഞ്ഞത് ABCDA. ഇനി സെക്കൻഡ് ലൂപ്പ് എന്ന് പറഞ്ഞത് DCFED. അപ്പോൾ ആദ്യത്തെ ലൂപ്പ് ABCD എന്നുള്ള ലൂപ്പിൽ പൈപ്പുകൾ ഏതൊക്കെയാണ്? AB, പിന്നെ BC, CD ആൻഡ് DA. അപ്പോൾ ഇതെല്ലാം ഒന്നിൽ ക്ലോക്ക് വൈസിൽ പറയണം, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്. ഇതിപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓരോ നെക്സ്റ്റ് കോളം എന്ന് പറഞ്ഞത് ലെങ്ത്. ആദ്യം ലെങ്ത് ഇൻ മീറ്റർ എന്ന് പറഞ്ഞാൽ AB എന്നുള്ള പൈപ്പിലെ ലെങ്ത് 500 മീറ്റർ, BC 300 മീറ്റർ, CD എന്നുള്ള പൈപ്പിൻ്റെ ലെങ്ത് 500 മീറ്റർ, DA എന്ന് പറഞ്ഞത് 300 മീറ്റർ. സിമിലർലി എൻ്റർ ദ ഡയമീറ്റർ ഇൻ ഈച്ച് പൈപ്പ്. ഡയമീറ്റർ ABയിൽ 30 അത് സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കണേ, അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 0.3 മീറ്റർ. BCയിലെ ഡയമീറ്റർ 0.2, CD ഡയമീറ്റർ 0.2, DA ഡയമീറ്റർ 0.2. ദെൻ K ഈക്വൽ ടു L, നമ്മൾ മുകളിൽ പറഞ്ഞ ഇക്വേഷൻ L ഡിവൈഡഡ് ബൈ 470 D റൈസ് ടു 4.87. അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ABയിലെ കെ വാല്യൂ 374, BC കെ വാല്യൂ 1618, CD കെ വാല്യൂ 2697, DA 1618. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ചെയ്തപ്പോൾ കെ വാല്യൂസൊക്കെ സ്മോൾ വാല്യൂസ് ആയിരുന്നു. K ഈക്വൽ ടു 2, 1, 2, 3, 4 ഒക്കെ ആയിരുന്നു. ഇവിടെ ഹൈ വാല്യൂസാണ്. അപ്പം നമ്മൾ ഇതിലെ ഫ്ലോ അസ്യൂം ചെയ്തത് ഈ കെ വാല്യൂ വെച്ചിട്ടല്ല, ക്വസ്റ്റ്യനിൽ ലെങ്തും ഡയമീറ്ററും തന്നതുകൊണ്ട് അത് വെച്ചിട്ടാണ് അസ്യൂം ചെയ്യണം. അല്ലാതെ ഈ കാൽക്കുലേറ്റഡ് കെ വാല്യൂ വെച്ചിട്ടല്ല ഫ്ലോ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ്. ബാക്കിയെന്ന് പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം ചെയ്ത മാതിരി തന്നെ ഫ്ലോ അസ്യൂം ചെയ്തു. ഇനി ഇതിപ്പോൾ ഫസ്റ്റ് ലൂപ്പ്, ഇതുപോലെ സെക്കൻഡ് ലൂപ്പിൻ്റെതും എഴുതണം. സെക്കൻഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോക്ക് വൈസിൽ പറയുകയാണെങ്കിൽ ആ ലൂപ്പ് DCFED. അപ്പോൾ എന്നിട്ട് ഇതിലെ പൈപ്പുകൾ DC, ECF, പിന്നെ FE ആൻഡ് ED. അതിലെ ഓരോ ലെങ്തും ഡയമീറ്റർ എൻ്റർ ചെയ്യുക. DCയിൽ 500, CF 300, FE 500, ED 300. Then diameter 0.2, DCയിൽ 0.2, CF 0.15, FE 0.15, ED 0.15.
K value, DC 2697, CF 6568, FE 10947, ED 6568. ഇതിൽ CD എന്നുള്ളത് കോമൺ പൈപ്പ് ആ ലൂപ്പിൽ. ഇനി നമ്മുടെ ഹാർഡി ക്രോസ് പ്രൊസീജിയർ ഫോർ ഫസ്റ്റ് കറക്ഷൻ, ആദ്യത്തെ കറക്ഷൻ ചെയ്യുക. അപ്പോൾ അതിൽ നമ്മുടെ കോളംസ് ഹാർഡി ക്രോസിൽ ചെയ്യുമ്പോൾ ഉള്ള കോളംസ് എന്ന് പറഞ്ഞാൽ പൈപ്പ്, പിന്നെ അസ്യൂംഡ് ഫ്ലോ, തേർഡ് കോളം K വാല്യൂ, HL എന്ന് പറഞ്ഞത് K ഇൻറ്റു QA റേസ് ടു 1.85 എടുത്തത് ഹെയ്സൺ വില്യംസ് ഇക്വേഷനാണ് ഹെഡ് ലോസിന് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ള അസംഷൻ. അടുത്ത നെക്സ്റ്റ് കോളം മോഡുലസ് HL/QA, then last column corrected flows after first correction, that is QA equal to assumed flow QA plus delta 1. അപ്പോൾ ആദ്യം വീണ്ടും നമ്മൾ ഓരോ ലൂപ്പായിട്ട് തന്നെ പൈപ്പുകളുടെ പേര് എഴുതുക. ഫോർ ലൂപ്പ് ABCD, അതിലെ പൈപ്പുകളുടെ പേര് AB, BC, CD. ആൻഡ് CD എന്ന് പറഞ്ഞത് അതിനകത്ത് കോമൺ പൈപ്പാണ്. ഇനിയുള്ള ലാസ്റ്റ് DA. ഇതാണ് ഫസ്റ്റ് ലൂപ്പിലെ പൈപ്പുകൾ. അതിലെ അസ്യൂംഡ് ഫ്ലോ, ഇവിടെ ഇപ്പോൾ ഈ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന എല്ലാം ലിറ്റേഴ്സ് പെർ സെക്കൻഡ്, അതിനെ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇപ്പോൾ ലിറ്റേഴ്സ് പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എ ബിയിലെ അസ്യൂം ഫ്ലോ എന്ന് പറഞ്ഞത് 35. അപ്പോൾ എ ബിയിലെ അസ്യൂംഡ് ഫ്ലോ എ ബിയിൽ 45, ആ 45 അവിടെ എൻ്റർ ചെയ്തു. അടുത്ത BCയിൽ 23, CD നമ്മൾ അസ്യൂം ചെയ്ത ഫ്ലോ എന്ന് പറഞ്ഞത് DCയിൽ അസ്യൂം ചെയ്തേക്കണേ 20. അപ്പോൾ CD പറയുമ്പോൾ അത് -20. DA എന്ന് പറഞ്ഞത് അതുപോലെ ADയിലാണ് നമ്മൾ അസ്യൂം ചെയ്ത്, അപ്പോൾ DAയിൽ പറയുമ്പോൾ അത് -35. എന്നിട്ട് നെക്സ്റ്റ് കോളം എന്ന് പറഞ്ഞത് അതിനെ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ AB 0.045, BC 0.023, CDയിൽ -0.020, DA -35 ആണ് ലിറ്റേഴ്സ് പെർ സെക്കൻഡിൽ. അപ്പോൾ ആൻസർ -0.035. K വാല്യൂ നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ് ടേബിളിൽ എൻ്റർ ചെയ്യുക. അതിന് മുമ്പിൽ ബാക്കി അടുത്ത ലൂപ്പിലെയും കൂടെ പറയണം. ഫോർ ലൂപ്പ് രണ്ടാമത്തെ ലൂപ്പ് എന്ന് പറഞ്ഞത് DCFE, അതിൻ്റെ പൈപ്പുകൾ DC, CF, FE, പിന്നെ ED. DCയിലെ അസ്യൂംഡ് ഫ്ലോ 20, CF 28, FEയിൽ നമ്മൾ അസ്യൂം ചെയ്തേക്കുന്ന EFയിൽ അസ്യൂം ചെയ്ത്, അപ്പോൾ FE വരുമ്പോൾ -8. EDയിലല്ല അസ്യൂം ചെയ്ത്, നമ്മൾ DEയിലാണ് 5 അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ED പറയുമ്പോൾ -5. നെക്സ്റ്റ് DCയിൽ ഈ അസ്യൂംഡ് ഫ്ലോയെ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തേക്കണോ, അത്രയേ ഉള്ളൂ. അപ്പോൾ DCയിൽ 0.02, CF 0.028, FEയിൽ -0.008, ED -0.005. നെക്സ്റ്റ് കോളം K വാല്യൂ എന്ന് പറഞ്ഞത് ആ ടേബിളിൽ നിന്ന് കണ്ടുപിടിച്ച വാല്യൂസ് ഇങ്ങോട്ട് എൻ്റർ ചെയ്തു ഓരോ പൈപ്പിലെയും. അത് കഴിഞ്ഞ് HL കാൽക്കുലേറ്റ് ചെയ്യുക. HL എന്ന് പറഞ്ഞത് K ഇൻറ്റു QA റേസ് ടു 1.85. അപ്പോൾ ആ K വാല്യൂ എന്ന് പറഞ്ഞാൽ 374. ABയിൽ പറയുമ്പോൾ 374 ഇൻറ്റു 0.045 റൈസ് ടു 1.85. അപ്പോൾ കിട്ടുന്ന ആൻസർ 1.2. സിമിലർലി ഫൈൻഡ് ഔട്ട് ദ ഹെഡ് ലോസ് ഇൻ ഓൾ ദി അതർ പൈപ്സ്. AB 1.2, BC 1.5, CD
1.94. അതെന്തുകൊണ്ട് മൈനസ് വന്നു എന്ന് വെച്ചാൽ അസ്യൂം ചെയ്തേക്കുന്ന ഫ്ലോ നെഗറ്റീവാണ്, അതുകൊണ്ട് ഹെഡ് ലോസും നെഗറ്റീവായിട്ട് എടുക്കുക. DA മൈനസ് 3.28, DC 1.94, CF 8.8, FE മൈനസ് 1.45, ED മൈനസ് 0.36. ദെൻ നെക്സ്റ്റ് കോളം മോഡുലസ് HL/QA. ഇപ്പോൾ കിട്ടിയ HLും അസ്യൂംഡ് ഫ്ലോയും തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ AB 26.6, BC 65.2, CD 97, DA 93.7, DC 97, CF 314.3, FE 181.25, ED 72. ദെൻ കറക്റ്റഡ് ക്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കറക്ഷൻ വേണം. അപ്പോൾ കറക്ഷന് ഇതിന് എന്തൊക്കെയാണ്? സിഗ്മ HLും സിഗ്മ HL/QA അത് 2 ലൂപ്പിലെയും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ സിഗ്മ 2 ലൂപ്പിലെയും HLും HL/QA. അപ്പോൾ സിഗ്മ HL ആദ്യത്തെ ലൂപ്പിൽ -2.52, സിഗ്മ HL/QA 282.5. അതിൽ നിന്ന് കറക്ഷൻ കണ്ടുപിടിക്കുക. ഹാർഡി ക്രോസ് മെത്തേഡ് വെച്ചിട്ട് കറക്ഷൻ Δ1 ഈക്വൽ ടു ഇക്വേഷൻ മൈനസ് സിഗ്മ HL ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു സിഗ്മ HL/QA. ആ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് 1.85. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി 2 കൊടുക്കുക. അപ്പോൾ മൈനസ് HL എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലൂപ്പിൽ -2.52 ഡിവൈഡഡ് ബൈ 1.85 ഇൻറ്റു 282.5. അപ്പോൾ കിട്ടുന്ന ആൻസർ ഏതാ? 4.82 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. അപ്പോൾ കിട്ടുന്ന ആൻസർ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ക്യൂമെക്സിലായിരിക്കും. അതിനെ വീണ്ടും നമ്മൾ ലിറ്റേഴ്സ് പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ 4.82 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. എന്തെന്ന് വെച്ചാൽ അസ്യൂം ചെയ്തേക്കുന്ന ഫ്ലോ എല്ലാം ലിറ്റേഴ്സ് പെർ സെക്കൻഡിൽ, അതുകൊണ്ടാണ്. സിമിലർലി ഫൈൻഡ് ഔട്ട് ദ കറക്ഷൻ ഇൻ ദ സെക്കൻഡ് ലൂപ്പ്. അപ്പോൾ കറക്ഷൻ Δ1' ഈക്വൽ ടു -7.26 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. ഇനി കറക്റ്റഡ് ഫ്ലോ കണ്ടുപിടിക്കുക. കറക്റ്റഡ് ഫ്ലോ എന്ന് പറഞ്ഞത് അസ്യൂംഡ് ഫ്ലോ പ്ലസ് കറക്ഷൻ. ഇപ്പോൾ AB പറയുകയാണെങ്കിൽ അസ്യൂം ചെയ്തേക്കുന്ന ഫ്ലോ 45 പ്ലസ് അതിലെ കറക്ഷൻ നമുക്ക് 4.82. ഇപ്പോൾ 45 പ്ലസ് 4.82 49.82. BC അസ്യൂം ചെയ്ത ഫ്ലോ 23 പ്ലസ് അതിലെ കറക്ഷൻ 4.82 27.82. CD എന്ന് പറഞ്ഞത് കോമൺ പൈപ്പാണ്. ആ കോമൺ പൈപ്പിലെ കറക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ ആ CDയിലെ അസ്യൂം ചെയ്തേക്കുന്ന ഫ്ലോ എന്ന് പറയുമ്പോൾ -20 പ്ലസ് ആ പൈപ്പിലെ കറക്ഷൻ എന്ന് പറഞ്ഞാൽ 4.82 പ്ലസ് സെക്കൻഡ് ലൂപ്പിലെ കറക്ഷൻ. സെക്കൻഡ് ലൂപ്പിൽ നമ്മൾ CD എന്നല്ല, അതിൻ്റെ പൈപ്പിൻ്റെ പേര് DC-യാണ്. അപ്പോൾ DC-യിൽ കിട്ടിയ കറക്ഷൻ -7.26. അപ്പോൾ CD-യിൽ പറയുമ്പോൾ അത് +7.26 ഈക്വൽ ടു -7.92. സിമിലർലി DA-യിൽ കറക്റ്റഡ് ക്യൂ എന്ന് പറഞ്ഞത് അത് അസ്യൂം ചെയ്ത ഫ്ലോ -35 പ്ലസ് ആ പൈപ്പിലെ കറക്ഷൻ 4.82. അപ്പോൾ -30.18. ഇനി താഴെ DC പറയുമ്പോൾ DC-യിൽ അസ്യൂം ചെയ്തേക്കുന്ന ഫ്ലോ 20 പ്ലസ് ആ പൈപ്പിലെ കറക്ഷൻ, ആ പൈപ്പിൽ -7.26 പ്ലസ് ഫസ്റ്റ് ലൂപ്പിലെ ആ കോമൺ പൈപ്പ് അതവിടെ CD-യാണ്. CD-യിൽ കിട്ടിയ കറക്ഷൻ 4.82 ആണ്. അപ്പോൾ DC-യിൽ നമ്മൾ പറയുമ്പോൾ -4.82. അപ്പോൾ ആൻസർ 7.92. ഇനി CF 28 - 7.26 20.74. FE -8 -7.26 15.26. ED -5 -7.26 എന്ന് പറയുമ്പോൾ -12.26. ഈ കിട്ടിയ ആൻസർ എല്ലാം ഒന്നുകൂടെ നമ്മളൊരു ടാബുലർ കോളത്തിൽ ഓരോ പൈപ്പിൻ്റെ നേരെ എഴുതുക. കറക്റ്റഡ് ഡിസ്ചാർജ് AB ഈക്വൽ ടു 49.82, BC ഈ നേരത്തെ കിട്ടിയ വാല്യൂസ് ഇങ്ങോട്ട് എഴുതി ഇതിനെ ഇനി ഒരു ഫിഗറിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അതുപോലെ ആ നേരത്തെ വരച്ച ഫിഗറിൽ തന്നെ ഇപ്പോൾ കിട്ടിയ ആൻസർ അത്രയും അതിനകത്തോട്ട് മാർക്ക് ചെയ്യുക.
ഇനി ഹാർഡി ക്രോസ് പ്രൊസീജിയർ ഫോർ സെക്കൻഡ് കറക്ഷൻ. സെക്കൻഡ് കറക്ഷൻ ചെയ്യുമ്പോൾ ഇതിലുള്ള വാല്യൂസ് പുതിയ അസ്യൂംഡ് ഫ്ലോ എന്ന് പറഞ്ഞ് ഇപ്പോൾ കിട്ടിയ വാല്യൂസ്, ബാക്കി പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ അതിലും ആ 2 ലൂപ്പും പ്രത്യേകം പറയുക. ഓരോന്നിലെയും പൈപ്പ് ഇപ്പോൾ ഫോർ ലൂപ്പ് ABCD ABBC CD DA, ദെൻ അതിലെ അസ്യൂംഡ് ഫ്ലോ, K വാല്യൂസ് എല്ലാം എൻ്റർ ചെയ്യുക. അതുപോലെ അടുത്ത ലൂപ്പിൽ DCFE DC CF FE ED അതിലെ അസ്യൂംഡ് വാല്യൂസും അതിൽ ലിറ്റേഴ്സ് പെർ സെക്കൻഡിലും മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലും ഉള്ള വാല്യൂസ് EDയിലും അതുപോലെ ഇട്ടു. എന്നിട്ട് K വാല്യൂസ് നമ്മൾ നേരത്തെ ടാബ്ലർ കോളത്തിൽ നിന്ന് എടുത്ത വാല്യൂസ് എല്ലാം അവിടെ എൻ്റർ ചെയ്തു. HL കാൽക്കുലേറ്റ് ചെയ്തു. HL എന്ന് പറഞ്ഞത് ഓരോ പൈപ്പിലെയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ കണ്ടുപിടിക്കുക. അതുപോലെ HL/QA അതിൻ്റെ സം കണ്ടുപിടിക്കുക. എന്നിട്ട് 2ലെയും കറക്ഷൻ കണ്ടുപിടിക്കുക. ഓരോ പൈപ്പിലെയും കറക്ഷൻ സെക്കൻഡ് കറക്ഷൻ ആയതുകൊണ്ട് Δ2 ആദ്യത്തെ ലൂപ്പിലെ, രണ്ടാമത് Δ2', എന്നിട്ട് കറക്റ്റഡ് ഫ്ലോ കണ്ടുപിടിക്കുക. അപ്പോൾ എല്ലാത്തിലും വീണ്ടും അതുപോലെ നമ്മുടെ ടാബ്ലർ കോളത്തിൽ എൻ്റർ ചെയ്യുക. എന്നിട്ട് ഫൈനൽ ഫിഗർ വരയ്ക്കുക. ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ അപ്ലൈ 2 കറക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 2 കറക്ഷൻ വരെ വെച്ച് നമ്മൾ നിർത്തി. അപ്പോൾ ഇവിടെ ഇനി എൻ്ററിങ് ഫ്ലോയും ലീവിങ് ഫ്ലോയും സെയിം ആണ്. ഇപ്പോൾ കിട്ടിയ ആൻസറാണ് ഈ വൈറ്റ് കളറിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ വൈറ്റ് കളറിൽ കാണിച്ചിട്ടുള്ളതെല്ലാം പുതിയ ഫ്ലോ. ഇപ്പോൾ ഇത്രയാണ് ഈ പ്രോബ്ലത്തിൻ്റെ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരിടത്ത് ഇപ്പോൾ ഡിജിറ്റ് 10.64, സപ്പോസ് 10.64 എന്ന് പറഞ്ഞ ഒരു ഡിജിറ്റ് കിടപ്പുണ്ട്, 2 ഡിജിറ്റ് പോയിൻ്റ് കഴിഞ്ഞിട്ട്. അങ്ങനെയെങ്കിൽ എല്ലായിടത്തും നമ്മൾ 2 ഡിജിറ്റ് പറയണം. ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ടാലി ആവില്ല. അപ്പോൾ ഈ ഫ്ലോ എല്ലാം ഇതിൽ മാർക്ക് ചെയ്തിട്ട് ഓരോ ജംഗ്ഷൻ പോയിൻ്റ് ടാലി ആവണുണ്ടോ എന്നൂടെ ചെക്ക് ചെയ്യണം. എന്നാലേ ആൻസർ കറക്റ്റാണോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ തന്നെ 2 ഡിജിറ്റ് വേണമെന്നില്ല. ഇതിപ്പോൾ 10.64ന് 10.6 എടുക്കാം. പക്ഷേ അങ്ങനെയെങ്കിൽ ബാക്കി എല്ലായിടത്തും ഇപ്പോൾ 11.36 എന്നുള്ളത് 11.3 ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ അതിന് 11.4 ആയിട്ട് എടുക്കുക. എവിടെയായാലും എത്ര ഡിജിറ്റാണോ ഒരിടത്ത് എടുക്കണം അതേ ഡിജിറ്റ് ആയിരിക്കണം എല്ലാ പൈപ്പിലും എടുക്കാൻ. Next question. Figure shows one of the circuits of a distribution system along with the populations P to be served at different points. The pressure at the start point A is 35 meter head of water and the minimum pressure desired at the point D is 20 meter head of water. Design the various pipes of this circuit by assuming the per capita demand to be 190 liters per person per day and the peak rate of demand for the design of distribution system as 2.7 times the average. അപ്പോൾ ഇതാ ക്വസ്റ്റ്യൻ. ആ ഫിഗർ എന്ന് പറഞ്ഞത് ഇതിൽ തന്നിട്ടുണ്ട്. ലൂപ്പ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞത് ABCDEA. എയിൽ എൻ്ററിങ് ഫ്ലോ ഉണ്ട്, പക്ഷെ അത് എത്രയെന്നുള്ളത് നമുക്ക് തന്നിട്ടില്ല. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ ഓരോ പോയിൻറ്റിലെയും പോപ്പുലേഷനാണ് തന്നിരിക്കുന്നത്. P എന്ന് പറഞ്ഞത് പോപ്പുലേഷൻ. പിന്നെ ലെങ്തും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും K വാല്യൂസ് ഒന്നും തന്നിട്ടില്ല, ലെങ്ത് തന്നിട്ടുണ്ട്, അതുപോലെ ഡയമീറ്റർ തന്നിട്ടില്ല. അപ്പോൾ ഡയമീറ്റർ അസ്യൂം ചെയ്യണം. അപ്പോൾ അതിന് മുമ്പിൽ ഇവിടെ ഇപ്പോൾ പോപ്പുലേഷൻ മാത്രം അറിയാം. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പെർ ക്യാപിറ്റ ഡിമാൻഡ് എന്ന് പറഞ്ഞത് 190 ലിറ്റേഴ്സ് പെർ പേഴ്സൺ പെർ ഡേ. അപ്പോൾ അതുപോലെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് 2.7 ടൈംസ് ആവറേജ് എടുക്കണം മാക്സിമം ഡിമാൻഡ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ആവറേജ് ഡിമാൻഡ് ക്വസ്റ്റ്യന് തന്നേക്കുന്നത് 190 ലിറ്റേഴ്സ് പെർ പേഴ്സൺ പെർ ഡേ. അപ്പോൾ ഇതിൽ മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞത് 2.7 ടൈംസ് എന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കാൽക്കുലേറ്റ് ചെയ്യാം. മാക്സിമം ഡിമാൻഡ് ഫോർ വിച്ച് ഡിസ്ട്രിബ്യൂഷൻ പൈപ്സ് ആർ ടു ബി ഡിസൈൻഡ് ഈക്വൽ ടു 2.7 ഇൻറ്റു 190 ഈക്വൽ ടു 513 ലിറ്റേഴ്സ് പെർ പേഴ്സൺ പെർ ഡേ. അപ്പോൾ ഈ 513 ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ ടോട്ടൽ അല്ലെങ്കിൽ മാക്സിമം ഡിമാൻഡ്. വീണ്ടും നമ്മൾ ഇവിടുത്തെ ഫിഗറിൽ പേര് കൊടുത്തു ABCDEA. അതിൽ ഓരോ പോപ്പുലേഷനും അതിനകത്ത് തന്നിട്ടുണ്ട്. ഓരോ പോയിൻറ്റിലെയും
പോപ്പുലേഷന് കറസ്പോണ്ടിങ് ആ ഡിസ്ചാർജ് എത്രയെന്നുള്ളത് കണ്ടുപിടിക്കുക. ടോട്ടൽ ഈ 513 ലിറ്റേഴ്സ് പെർ പേഴ്സൺ പെർ ഡേ ആണ്. ഇപ്പോൾ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ എയിൽ എൻ്ററിങ് ഫ്ലോ എത്രയെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ബിയിൽ പോപ്പുലേഷൻ അറിയാം. അറ്റ് പോയിൻറ്റ് ബി പോപ്പുലേഷൻ ഈസ് 20,000. അപ്പോൾ മാക്സിമം ഡിമാൻഡ് ഇവിടെ കിട്ടിയ 513 ലിറ്റേഴ്സ് പെർ പേഴ്സൺ പെർ ഡേ. അപ്പോൾ അറ്റ് പോയിൻറ്റ് ബി പോപ്പുലേഷൻ എന്ന് പറഞ്ഞത് 20,000 ഇൻറ്റു 513. അപ്പോൾ കിട്ടുന്ന ലിറ്റേഴ്സ് പെർ ഡേയിലായിരിക്കും. അതിനെ ലിറ്റേഴ്സ് പെർ സെക്കൻഡിലാക്കാൻ ഒരു ഡേ എന്ന് പറഞ്ഞാൽ 24 അവർ, ആ 24 അവറിനെ മിനിറ്റ് ആക്കാൻ ഇൻറ്റു 60, വീണ്ടും മിനിറ്റിൻ്റെ സെക്കൻഡ് ആക്കാൻ ഇൻറ്റു 60. അപ്പോൾ അറ്റ് പോയിൻറ്റ് ബിയിൽ കിട്ടുന്ന 119 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. സിമിലർലി അറ്റ് പോയിൻറ്റ് സിയിൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞത് 15,000. അപ്പോൾ അറ്റ് പോയിൻറ്റ് സി ഡിസ്ചാർജ് എന്ന് പറഞ്ഞത് 513 ഇൻറ്റു 15,000 ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു 60 ഇൻറ്റു 60. അപ്പോൾ 89 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. സിമിലർലി ഫൈൻഡ് ഔട്ട് the discharge at point D എടുക്കുമ്പോൾ ഒരു വ്യത്യാസം, ഡിയിൽ എലോങ് സി ഡിയും ഉണ്ട് പോപ്പുലേഷൻ, എലോങ് ഇ ഡി ഉണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അറ്റ് പോയിൻറ്റ് ഡി എലോങ് സി ഡി 513 ഇൻറ്റു സി ഡിയിൽ വരുമ്പോൾ പോപ്പുലേഷൻ 6,000 divided by 24 into 60 into 60, that is 36 liters per second. Then at point D along ED equal to 513 into അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 11,000 divided by 24 into 60 into 60 equal to 65 liters per second. Then at point Eയിൽ പോപ്പുലേഷൻ 18,000 into 513 divided by 24 into 60 into 60 equal to 107 liters per second. ഇനി ടോട്ടൽ ഇത് ഇത്രയും കൂടെ കൂട്ടുക. അപ്പോൾ ടോട്ടൽ കിട്ടുന്നത് 416 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. അതിൽ ടോട്ടൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഇൻഫ്ലോ റിക്വയർഡ് അറ്റ് പോയിൻറ്റ് എ ഈക്വൽ ടു 416 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. അപ്പോൾ എൻ്ററിങ് ഫ്ലോ ആണ് 416 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് അറ്റ് പോയിൻറ്റ് എ. അതാണ് അവിടെ എൻ്റെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അതിന് നമ്മൾ ഇതിലോട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ 416 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് അറ്റ് പോയിൻറ്റ് എ. ബിയിൽ നമ്മൾ നേരത്തെ പോപ്പുലേഷൻ എല്ലാം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂസ് ഇവിടെ കൊടുക്കുക. 119, സിയിൽ 89, ഡിയിൽ വരുമ്പം എലോങ് സി ഡി ആണെങ്കിൽ 36, ഇ ഡി ആണെങ്കിൽ 65, പിന്നെ ഇയിൽ 107. അവിടെ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ് എല്ലാം ഇതിനകത്തോട്ട് മാർക്ക് ചെയ്തു. ഇനി assume that the balancing point lies near the point D in the system, that is all the demand along the route ABCD will be satisfied by the water flowing via AB, and all the demand along the route AED will be satisfied by the water flowing along AE. Then ഇവിടെ ഇപ്പോൾ ലെങ്ത് മാത്രമേ തന്നിട്ടുള്ളൂ, ഡയമീറ്റർ തന്നിട്ടില്ല. അത് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ ദ സൈസസ് ഓഫ് ദി പൈപ്സ് ഷുഡ് നൗ ബി സച്ച് ആസ് ദ വെലോസിറ്റീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദം ആർ സംവെയർ ബിറ്റ്വീൻ ഓപ്റ്റിമം വാല്യൂസ്. ഓപ്റ്റിമം വെലോസിറ്റി എന്ന് പറഞ്ഞത് 0.9 to 1.5 meter per second. Then the total head loss from A to D via either of the two routes ABCD or AED remains equal and less than the available head of 35 minus 20. എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രഷർ പറഞ്ഞിട്ടുണ്ട് 35, മറ്റേ പോയിന്റിൽ 20 ആണ്. അപ്പോൾ 35 minus 20 എന്ന് പറഞ്ഞത് 15 meter. Then the size of the pipes are assumed by common sense. എന്ന് പറഞ്ഞാൽ നമ്മൾ പൈപ്പ് ലെങ്തും ഡയമീറ്റർ തരാത്തത് കൊണ്ട് നമ്മൾ ഡയമീറ്റർ ഒരു അസ്യൂം ചെയ്യണു. പക്ഷേ ശരിക്കും പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ ഏത് സൈസ് പൈപ്പാണോ നമ്മൾ യൂസ് ചെയ്യണേ അതിനനുസരിച്ചുള്ള ഒരു ഡയമീറ്റർ വാല്യൂസ് കൊടുക്കുക. അപ്പോൾ ഹെയ്സൺ വില്യംസ് നോമോഗ്രാം ഈസ് യൂസ് ടു ഡിറ്റർമിൻ ദ ഹെഡ് ലോസ് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ദ ഫോർമുല എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ 2 പ്രോബ്ലം
ഹാർഡി ക്രോസ് മെത്തേഡ് വെച്ച് ചെയ്തു. ഇതിപ്പോൾ ഹെയ്സൺ വില്യംസ് നോമോഗ്രാം വെച്ച് ചെയ്യാം. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഹാർഡി ക്രോസ് മെത്തേഡിലാണെങ്കിൽ ഹെഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ മാനുവലായിട്ട് ചെയ്യണം, K×Q⁻⁴. ഹെയ്സൺ വില്യംസ് നോമോഗ്രാമിലാണെങ്കിൽ ഡിസ്ചാർജും ഡയമീറ്ററും അറിയാമെങ്കിൽ അതിൽ നിന്ന് കറസ്പോണ്ടിങ് ഹെഡ് ലോസ് ആ നോമോഗ്രാമിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഇവിടെ ഓരോ പൈപ്പിലെയും ഡയമീറ്റർ അസ്യൂം ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ഫ്ലോ അസ്യൂം ചെയ്ത മാതിരി ഡയമീറ്റർ അസ്യൂം ചെയ്തു. ഇപ്പോൾ AB എന്നുള്ളതിൽ 450 മില്ലിമീറ്റർ ഡയമീറ്റർ, BC 350 മില്ലിമീറ്റർ, പിന്നെ CD 220, DEയിലെ ഡയമീറ്റർ 280 ആൻഡ് AEയിലെ 318. ഈ വാല്യൂസ് നമ്മൾ വെറുതെ ഇട്ടെന്നേ ഉള്ളൂ. ശരിക്കും അത് പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ ഏതൊക്കെ ഡയമീറ്റർ പൈപ്പാണോ യൂസ് ചെയ്യണോ അത് വെച്ചിട്ട് ഇടുക. ദെൻ നോമോഗ്രാം വെച്ചിട്ട് ഇതാണ് നോമോഗ്രാം എന്ന് പറഞ്ഞാൽ. നോമോഗ്രാമിൽ ഒന്ന് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ്, സെക്കൻഡ് ഡയമീറ്റർ ഓഫ് ദി പൈപ്പ് ഇൻ മില്ലിമീറ്റർ, ഹെഡ് ലോസ് പെർ 1000 മീറ്റർ. ഇപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഹെഡ് ലോസ് പെർ 1000 മീറ്ററിന് കിട്ടും. അതിൽ നിന്ന് നമ്മൾ നമ്മുടെ റിക്വയർഡ് ലെങ്തിന് കാൽക്കുലേറ്റ് ചെയ്യണം. ലാസ്റ്റ് എന്ന് പറഞ്ഞത് വെലോസിറ്റി. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്കറിയാമെന്നുള്ളത് ഡിസ്ചാർജ് അറിയാം. ഡിസ്ചാർജ് എന്ന് പറയുന്നതാണ് അസ്യൂംഡ് ഫ്ലോ. പിന്നെ ഡയമീറ്ററും നമ്മൾ അസ്യൂം ചെയ്തു. ഇപ്പം ഡിസ്ചാർജും ഡയമീറ്ററും അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. കറസ്പോണ്ടിങ് ഹെഡ് ലോസ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക. അതിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഏത് ഡിസ്ചാർജാണോ ആ ഡിസ്ചാർജും ഡയമീറ്ററും തമ്മിൽ ജോയിൻ ചെയ്യുക. സപ്പോസ് ദ ഡിസ്ചാർജ് ഈസ് 200 liters per second ആൻഡ് ദ ഡയമീറ്റർ ഓഫ് ദി പൈപ്പ് ഈസ് 400 millimeter. അപ്പോൾ ഈ 200ഉം 400ഉം തമ്മിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് ആ കിട്ടുന്ന ലൈൻ കറസ്പോണ്ടിങ് ഹെഡ് ലോസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ അവിടെ ഹെഡ് ലോസിൻ്റെ ഏത് വാല്യൂ കിട്ടണോ അതായിരിക്കും ഹെഡ് ലോസ് പെർ 1000 മീറ്റർ. അപ്പോൾ വീണ്ടും നമ്മൾ കോളം വരയ്ക്കുന്നു. റൂട്ട്, പൈപ്പ്. റൂട്ട് എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഉണ്ട്, ABCD. അത് കഴിഞ്ഞ് AED. ഇവിടെ ഇപ്പോൾ ഒന്ന് ക്ലോക്ക് വൈസും ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസിലും എടുത്തേക്കുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ABCD ക്ലോക്ക് വൈസിലാണ്. ഇനി ക്ലോക്ക് വൈസിൽ തന്നെ രണ്ടാമത്തെ ലൂപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പറയേണ്ടത് DEA എന്ന് പറയണം. അങ്ങനെ എടുക്കാം, പക്ഷേ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, കുഴപ്പമില്ല. ഇനി ആ ഓരോ ലൂപ്പിലെയും പൈപ്പുകളുടെ പേരെഴുതി. ABCDയിൽ AB BC CD, AEDയിൽ AEED. ഡിസ്ചാർജ് ഓരോ പൈപ്പിലെയും അവിടെ എഴുതി. AB 244, BC 125, CD 36, AE 172, ED 65. ഇനി പ്രപ്പോസ്ഡ് ഡയമീറ്റർ, ആ ഡയമീറ്റർ നമ്മൾ അസ്യൂം ചെയ്തതാ 450, 350, 220, 380 ആൻഡ് 280. ലെങ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 600, 500, 650, 200, 1190. അപ്പോൾ ഈ ആദ്യത്തെ പൈപ്പ് എടുക്കുക, ABയിലെ ഡിസ്ചാർജ് 244, ഡയമീറ്റർ 450. അത് തമ്മിൽ ആ നോമോഗ്രാമിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് അതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ലോസ് ഓഫ് ഹെഡ് എന്ന് പറഞ്ഞത് 8. ഈ 8 എന്ന് പറഞ്ഞത് പെർ 1000 മീറ്റർ. ആ പെർ 1000 മീറ്ററിൽ നിന്ന് ആ പൈപ്പിൻ്റെ ലെങ്ത് എത്രയാണോ അതിന് കാൽക്കുലേറ്റ് ചെയ്യണം. ലോസ് ഓഫ് ഹെഡ് പെർ 1000 മീറ്റർ ഈക്വൽ ടു 8 മീറ്റർ. അത് ABയിൽ. സിമിലർലി BC എടുക്കുകയാണെങ്കിൽ BCയിൽ ഡിസ്ചാർജ് 125, ഡയമീറ്റർ 350. ആ 125ഉം 350യും തമ്മിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക ഹെഡ് ലോസ് വരെ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആ വാല്യൂ 8 തന്നെയാണ്. അപ്പോൾ അത് ആ ടേബിളർ കോളത്തിൽ എൻ്റർ ചെയ്യുക. അടുത്ത തേർഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ CDയിൽ ഡിസ്ചാർജ് 36, ഡയമീറ്റർ 220,
അപ്പോൾ സിമിലർലി ബാക്കിയുള്ള വാല്യൂസ് ഇപ്പോൾ പറഞ്ഞ മാതിരി ജോയിൻ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ലോസ് ഓഫ് ഹെഡ് പെർ 1000 മീറ്റർ 6.5, 10 ആൻഡ് 6. ഇതിപ്പോൾ 1000 മീറ്ററിൻ്റെ ഹെഡ് ലോസ് ആണ് ഈ പറഞ്ഞേക്കണേ. അപ്പോൾ ഇനി കറസ്പോണ്ടിങ് ഓരോ പൈപ്പിൻ്റെയും ലെങ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഹെഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ അതാണ് നെക്സ്റ്റ് കോളം. HL ഈക്വൽ ടു ലോസ് ഓഫ് ഹെഡ് ഇൻ പൈപ്പ് ഓഫ് ലെങ്ത്. അത് കണ്ടുപിടിക്കാൻ ഈ 1000 മീറ്ററിന് 8 ആണെങ്കിൽ 600-ന് എത്ര? അപ്പോൾ 8 ഇൻറ്റു ഈ 600 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ അത് ചെയ്യുമ്പോൾ ആദ്യത്തെ കേസിൽ 4.8, രണ്ടാമത്തെ വരുമ്പോൾ 4, അടുത്ത 4.2, അത് കഴിഞ്ഞ് അപ്പോൾ ഇതിൻ്റെ സം എടുത്തു, അത് 13, അത് കഴിഞ്ഞ് 2, പിന്നെ 7.14 അതിൻ്റെ സം എടുത്തു, അപ്പോൾ 9.14. then next column. അപ്പോൾ ABCD എന്നുള്ള ലൂപ്പിൽ ABBCCD അതിൻ്റെ സം 13 കിട്ടി. അത് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പറഞ്ഞു എല്ലാ പൈപ്പും. അടുത്തത് വന്നപ്പോൾ ശരിക്കും പറയേണ്ടിയിരുന്നത് ലൂപ്പ് ഏതായിരുന്നു? DEA എന്ന് പറയണം. പക്ഷെ ഇവിടെ AED എന്ന് എടുത്തു. അപ്പോൾ AEED ഇതിലെല്ലാത്തിലും നമുക്ക് ഇവിടെ ശരിക്കും അസ്യൂം ചെയ്തേക്കുന്ന ഫ്ലോ എല്ലാം വ്യത്യാസമാണ്. എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ വ്യത്യാസം. പക്ഷേ ഇവിടെ നമ്മൾ പോസിറ്റീവ് ഇട്ട് ചെയ്തു. അപ്പോൾ കിട്ടിയ ഹെഡ് ലോസ് 2ഉം 7.14. ഇപ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആണ് നമ്മൾ ഇതിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ശരിക്കും ക്ലോക്ക് വൈസിൽ തന്നെ പറയുകയാണെങ്കിൽ അതിൻ്റെ സം എന്ന് പറഞ്ഞത് -9.14. ഈ മൈനസ് സൈൻ വന്നത് ഡയറക്ഷൻ മാറ്റി പറഞ്ഞതുകൊണ്ടാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് രണ്ടാമത്തെ ലൂപ്പ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സം -9.14. ഇനി HL/QA എന്ന് പറഞ്ഞത് ഇവിടുത്തെ വാല്യൂസ് 4.8 ഡിവൈഡഡ് ബൈ അസ്യൂംഡ് ഫ്ലോ എന്ന് പറഞ്ഞത് 244, 19.7. സിമിലർലി ഫൈൻഡ് ഔട്ട് ഇത് 2.244 എന്ന് പറഞ്ഞത് ഏതിലാ? മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലുള്ള വാല്യൂ. അപ്പോൾ 19.7. സിമിലർലി ഫൈൻഡ് ഔട്ട് ദ വാല്യൂസ് ഓഫ് HL/QA ഇൻ ഓൾ ദി അതർ പൈപ്സ്. 32, 116.7, ഇതിൻ്റെ സം 168.4, then 11.6, 109.8, 121.4. ദെൻ ഗ്രാൻഡ് ടോട്ടൽ എല്ലാം കൂടെ എടുക്കുക. അപ്പോൾ സിഗ്മ HL എന്ന് പറഞ്ഞത് 3.86, സിഗ്മ HL/QA 289.8. ഇതിൽ നിന്ന് ഹാർഡി ക്രോസ് ഇക്വേഷൻ വെച്ചിട്ട് കറക്ഷൻ കണ്ടുപിടിക്കുക. ഡെൽറ്റ ഈക്വൽ ടു -സിഗ്മ HL ഡിവൈഡഡ് ബൈ x ഇൻറ്റു സിഗ്മ HL/QA. പക്ഷേ നമ്മളിവിടെ വാല്യൂസ് എന്ന് പറഞ്ഞത് സിഗ്മ HL കിട്ടിയത് 3.86 ഡിവൈഡഡ് ബൈ 1.85 ഇൻറ്റു 289.8. അപ്പോൾ കിട്ടുന്ന 0.007 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. അപ്പോൾ ഈ കറക്ഷൻ എന്ന് പറഞ്ഞത് വളരെ ചെറുതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ദ കറക്ഷൻ ടു ബി അപ്ലൈഡ് ഈസ് ടു സ്മോൾ ആൻഡ് ഹെൻസ് ദ അഡോപ്റ്റഡ് ഡയമീറ്റേഴ്സ് ആർ ഓക്കെ. ഇനി കറക്ഷൻ ഹൈ വാല്യൂ കിട്ടുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഡയമീറ്റർ മാറ്റിയിട്ട് സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ പ്രോബ്ലത്തിൽ നമുക്ക് അത്രയും സമയം ഉണ്ടായെന്ന് വരില്ല. ആ കേസിലാണെങ്കിൽ നമ്മൾ എഴുതണം ചേഞ്ച് ദ ഡയമീറ്റേഴ്സ് ഓഫ് ദ പൈപ്പ് ആൻഡ് അഗെയിൻ റീകാൽക്കുലേറ്റ് ദ head loss.